അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊടുക്കുന്ന ഒരു മുഅ്ജിസത്താണ്. അത് നമ്മൾ അറബി കിതാബ് വായിക്കുന്നത് പോലെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഫഇന്ന മിൻ ജൂദിക ദുനിയ വലറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അതൊക്കെ റസൂൽ, ആ ഇൽമൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നാണ്. ലൗഹിന്റെയും ഖലമിന്റെയും എല്ലാ ഇൽമുകളും റസൂലുള്ളാഹിക്ക് ഉണ്ട്. റസൂലുള്ളാഹിക്ക് അല്ലാഹു എന്താ കൊടുത്തത് നമുക്കറിയോ. വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹാത്തി അസ്ഹറു ഫതുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിമർശനമോ നിരൂപണമോ മറുപടിയോ അല്ല. ഹൃദയത്തിൽ തോന്നിയ ഒരു സങ്കടത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. ആ മഹത്വത്തെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്തവർ തീർത്തും ഹതഭാഗ്യരാണ്. ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് സംഭവിച്ച വലിയ അബദ്ധവും അതുതന്നെയാണ്. ആരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന യാഥാർത്ഥ്യം, നബിതങ്ങളുടെ ഹഖീഖത്ത് എന്താണ് എന്ന് തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ അറിയാനോ തൗഫീഖ് ഉണ്ടായില്ല എന്നതാണ്. ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി സംസാരിക്കും എന്ന, അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി സംസാരിക്കും എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു മുജാഹിദ് സഹോദരൻ കൊണ്ടുവന്ന കമന്റിനെ അധികരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കമന്റ് ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ റസൂലും ഭൂരിപക്ഷം സ്വഹാബത്തും നിരക്ഷരർ ആയിരുന്നു. അതായത് അറബി ഭാഷയിൽ എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. അതിന് ഒരു കാരണമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ന് നിലവിലുണ്ടായിരുന്ന തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ നോക്കിയാണ് പഴയകാല ചരിത്രം പറഞ്ഞിരുന്നത് എന്ന മുശ്രിക്കുകളുടെ വാദം ഗണ്ണിക്കാൻ കൂടിയായിരുന്നു അത്. അറബി ഭാഷ പോലും അറിയാതിരുന്ന റസൂലും പിന്നെ സ്വഹാബത്തും ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുമത്രേ. അതിന് ശേഷം മറ്റു പലതുണ്ട്, അതും വഹാബി ആശയം തന്നെയാണ്. അതും ആവശ്യമെങ്കിൽ മറ്റൊരു സമയത്ത് പറയാം. ഇവിടെ വല്ലാത്തൊരു വിഷമം തോന്നിയത്, വളരെ സാധാരണക്കാരായ ആളുകളുടെ ഹൃദയത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ ബിദ്അത്തിന്റെ അഹ്ലുകാർ വരുത്തി വെക്കുന്ന ചിത്രം എത്രമേൽ അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായതുകൊണ്ട് നബിതങ്ങൾക്ക് മറ്റൊരു വിവരവും ഇല്ല എന്നാണോ? അല്ലെങ്കിൽ മറ്റൊന്നും നബിതങ്ങൾക്ക് അറിയില്ല എന്നാണോ? ഇനി ഭൗതികമായി അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല എന്നാൽ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വായിക്കാൻ കഴിയൂല എന്നാണോ അതിന്റെ താല്പര്യം? അത് വെച്ചുകൊണ്ട്, അഥവാ നബിതങ്ങളുടെ മഹത്വം ഇവർക്ക് തിരിച്ചറിയാത്തതാണ് പ്രശ്നം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയെ കുറിച്ച് പറയുന്നിടത്ത് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ, നമ്മൾ ചെയ്ത കിതാബുകൾ നാളെ നമ്മുടെ കയ്യിൽ തരും, രേഖകൾ. അത് അറബി അറിയാത്തവർക്ക് വായിക്കാൻ കഴിയുമോ? അല്ലേ, അറബി അറിയണവർക്കല്ലേ വായിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അറബി അറിയാത്തവർക്ക് അത് വായിക്കാൻ കഴിയും? അല്ല, അറബി എന്നല്ല, ഒരു ഭാഷയും വായിക്കാൻ അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? കണ്ണ് കാണാത്ത ഒരാൾക്ക് എങ്ങനെ അത് നോക്കി വായിക്കാൻ കഴിയുമോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറ്റൊരു സംവിധാനം കാണും. അതിന്റെ തഫ്സീറുകളിലൊക്കെ കാണാം, അത് മൻ ലം യകുൻ ഖാരിയൻ ഫി ദുനിയ, ദുനിയാവിൽ വായിക്കാൻ കഴിയാത്ത ആൾക്കും അത് വായിക്കാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ജിസത്ത് എന്ന നിലക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ളതൊക്കെ റസൂലുള്ളാഹിക്ക് വായിക്കാൻ കഴിയും. ഇത് നബി തങ്ങളുടെ മഹത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖനായ ഒരു കവിയുടെ വാക്ക് വാട്സപ്പിൽ ആരോ ഷെയർ ചെയ്തത് കണ്ടു. അങ്ങ് നിരക്ഷരനായിരുന്നെന്ന് പറയുന്നുവല്ലോ, ആയിരിക്കാം. അക്ഷരങ്ങളോളമല്ലേയുള്ളൂ സാക്ഷരൻ, എഴുതിയതേ അവന് വായിക്കാനാവൂ. അങ്ങ് വായിച്ചത് മുമ്പാരും എഴുതാത്തത്, അങ്ങ് അതുവരെ ആരും കേട്ടിട്ടില്ലാത്തത് കേട്ടു എന്ന അമുസ്ലിമായ ഒരു കവിയുടെ വിചാരം പോലും ഈ വഹാബികൾക്ക് ബിദഅികൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന
വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. സാധാരണക്കാരായ മുസ്ലിം ജനമനസ്സുകളിൽ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുക എന്നത് വലിയ അപകടമാണ് എന്ന് മാത്രമല്ല, ഹദീസിന്റെ കിതാബുകളിൽ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്വം പറഞ്ഞ നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു ഹദീസിൽ റസൂൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിവാക്കി തന്നു. എല്ലാം വെളിവാക്കി എന്ന് പറഞ്ഞാൽ അതിലെല്ലാതും ഉൾപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അലിംതു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയിലുള്ള മുഴുവൻ ഞാൻ അറിഞ്ഞു. വതല, എന്നിട്ട് റസൂലുള്ളാഹി ഓതി വകദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത സമാവാതി വൽ അർള് എന്ന ആയത്തോതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു മലക്കൂത്തിയായ രഹസ്യങ്ങൾ, ആകാശലോകത്തിലുള്ള രഹസ്യങ്ങളെ കാണിച്ചു കൊടുത്തു എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. അങ്ങനെ നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കാൻ കഴിയണ്ടേ? ഇത് നമ്മളായിട്ട് സമസ്തക്കാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന രൂപത്തിലാണ് ഇവർ പറയുന്നത്. അല്ല, മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഖസാലി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. വലഹു സിഫത്തുൻ തതിമ്മു ലഹു ബിഹാ അൽ അഫ്ആലുൽ ഖാരിഖ ലിൽ അഫ്ആലിൽ ഖാരിഖത്തി ലിൽ ആദതി കസിഫത്തില്ലതി തതിമ്മു ലിഗൈരിഹി അൽ ഹറകാത്തുൽ ഇഖ്തിയാരിയ. നമുക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. റസൂലുള്ളാഹിന്റെ ഒരു ഫളിലാണ്, റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു ആദരവാണ്, റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്താണ്. ആ പറഞ്ഞതൊന്നും കൂടി മനസ്സിലാക്കാൻ, എൻ്റെ മേശപ്പുറത്ത് നിന്ന് കിതാബ് എടുത്തിട്ട് എനിക്ക് നോക്കി ഇങ്ങനെ വായിക്കാൻ കഴിയുക എന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. അതിന്റെ സബബുകളുമായി ബന്ധപ്പെട്ടാൽ എനിക്ക് കഴിയാവുന്നതുപോലെ അസാധാരണമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ കൈകൾക്കിടയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവയായി വന്നു. അസാധാരണമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കേട് വന്നപ്പോൾ എന്ത് ചെയ്തു? കണ്ണിലേക്ക് അമ്പ് തറച്ചപ്പോ ആ കണ്ണ് ഉമിനീര് പുരട്ടി ഇങ്ങനെ ശരിയാക്കി കൊടുത്തു. നമ്മൾ ഉമിനീര് പുരട്ടിയാലോ? കഴിയൂല. അസാധാരണമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമായി. വബിഖൈസിഹിം വഖത്താദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി മഹത്വത്തെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ വലിപ്പത്തെയോ തിരിച്ചറിയുക എന്നത് പ്രശ്നമാണ്. ഇനി ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു അതിനുശേഷം പറയുന്നു, വലഹു സിഫത്തുൻ യബ്സുറു ബിഹാ അൽ മലായിക വയുശാഹിദു ബിഹൽ മലകൂത്ത്. ആണോ? വകദാലിക നുരി ഇബ്രാഹീമ മലകൂത്ത സമാ എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മലകൂത്തിയായ രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ഏതുപോലെ? കസ്ഫത്തില്ലദി യുഫാരിഖു ബിഹൽ ബസീറു അൽ അഅമാ. കണ്ണ് കാണുന്ന ഒരാളും കണ്ണ് കാണാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം പോലെ നമുക്ക് അസാധാരണമായ സംഭവങ്ങൾ കാണാൻ കഴിയൂല. പക്ഷെ നബിതങ്ങൾക്ക് അങ്ങനത്തെ രഹസ്യങ്ങളൊക്കെ അല്ലാഹു കാണിച്ചു കൊടുത്തു. പിന്നെയോ വലഹു സിഫത്തുൻ ബിഹാ യുദ്രികു മാ സയകൂനു ഫിൽ ഗൈബ്. വരാനിരിക്കുന്ന കാര്യവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നബിതങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ബദറിന്റെ രണാങ്കണത്തിന് മുമ്പ് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇതാ ഇന്നാൾ ഇവിടെ കിടക്കും, ഇന്നാൾ ഇവിടെ ഷഹീദായി വീഴും എന്ന് പറഞ്ഞിട്ടില്ലേ? സ്വഹാബത്ത് ഷഹീദായി വീഴുന്നതിന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മക്കാ മുശ്രിക്കീങ്ങൾ മരണപ്പെടുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അദൃശ്യമായ കാര്യങ്ങൾ. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയുടെ മിമ്പറിലാണ് കയറി നിന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ കഴിഞ്ഞിട്ട് അങ്ങനെ മിമ്പറിൽ കയറി നിന്നപ്പോ നബിതങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ഈ നൃത്തത്തിൽ നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിച്ചോ, ഞാൻ മറുപടി തരാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ പലരും ചോദിച്ചു. ഞാൻ നരകത്തിലാണോ നബിയെ സ്വർഗത്തിലാണോ എന്ന് സ്വഹാബത്തിൽപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാപ്പ ആരാണെന്ന് അറിയാത്തവർ എൻ്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. അപ്പോ അതൊന്നും റസൂലുള്ളാഹിക്ക് അറിയൂല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. ബാക്കി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ളതും വായിച്ചു മനസ്സിലാക്കാൻ കഴിയും.
അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊടുക്കുന്ന ഒരു മുഅ്ജിസത്താണ്. അത് നമ്മൾ അറബി കിതാബ് വായിക്കുന്നത് പോലെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദയിൽ പറഞ്ഞത്, അല്ലേ, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി ഫഇന്ന മിൻ ജൂദിക ദുനിയ വലറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അതൊക്കെ റസൂൽ, ആ ഇൽമൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നാണ്. ലൗഹിന്റെയും ഖലമിന്റെയും എല്ലാ ഇൽമുകളും റസൂലുള്ളാഹിക്ക് ഉണ്ട്. റസൂലുള്ളാഹിക്ക് അല്ലാഹു എന്താ കൊടുത്തതെന്ന് നമുക്കറിയോ. വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങളുടെ ഭണ്ഡാകാരങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു കൊടുത്തില്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ സാധാരണക്കാരനായ ഒരാളെ പോലെ ചിത്രീകരിക്കുക എന്നത് അവിടുത്തെ മഹത്വത്തെ മനസ്സിലാക്കാൻ തൗഫീഖ് ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ എഴുതാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഹുസുരിമാമ തന്നെ ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഇൽമിന്റെ വിഷയത്തിലും കറമിന്റെ വിഷയത്തിലും ഒരു നബിയും റസൂലുള്ളാഹിന്റെ അടുത്ത് കടക്കൂല. അപ്പൊ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറുകളെ തുറന്നു കൊടുത്ത മഹാനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബത്ത് എന്തൊരു കാര്യം റസൂലുള്ളാഹി ചോദിച്ചാലും അല്ലാഹു റസൂലുഹു ആലം, അത് അല്ലാഹുക്കും റസൂലിനും അറിയാം, ഞങ്ങൾക്കത് അറിയൂല. അതല്ലാതെ റസൂലുള്ളാഹിക്ക് അത് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹിനേക്കാൾ നമ്മളെടുത്താണുള്ളത് എന്നല്ല സ്വഹാബത്ത് മനസ്സിലാക്കിയത്. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിപ്പത്തെ മനസ്സിലാക്കിയവരാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുക എന്നതാണ് ഈ വഹാബികളുടെ ബിദ്അത്തിന്റെ പിഴച്ച ആളുകളുടെ ഏറ്റവും വലിയ അബദ്ധം. അവർ വളരെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ സാധാരണക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും അവിടുത്തെ മഹത്വത്തെ പോലും നിഷേധിക്കുന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഇവർ മനസ്സിലാക്കുന്ന മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും മകനായി പിറന്നു എന്നതിനപ്പുറം അതിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ ഹഖീഖത്തിനെയും റസൂലുള്ളാഹിന്റെ പ്രാഥമികത്വത്തെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ധാരണയുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അതുവരെ ഈ വഹാബികളുടെ പ്രസംഗത്തിൽ തന്നെ കാണാം, സാധാരണ ഒരു അറബി പയ്യനായിട്ട് ജീവിച്ചു. നുബുവത്ത് കിട്ടിയപ്പോൾ 23 കൊല്ലം നബി തങ്ങൾക്ക് ചില പ്രത്യേകമായ ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ചു. അതിലപ്പുറം റസൂലുള്ളാഹിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇന്നലെ ഒരു വഹാബി പ്രഭാഷകന്റെ പ്രസംഗം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തു ശരീഫ്, നബി തങ്ങളുടെ ദാത്തിനെ നിങ്ങൾ സ്നേഹിക്കണ്ട, നബി തങ്ങൾ കൊണ്ടുവന്നത് എന്താണോ അത് മാത്രം ജീവിതത്തിൽ പകർത്തിയാൽ മതി. അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മഹബത്ത് വെച്ചു മാതൃക കാണിച്ചു തന്ന സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത്? ഉമറുൽ ഫാറൂഖ് മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഉമറെ ഞാനാകണം ഏറ്റവും ഇഷ്ടക്കാരൻ, എന്നാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാത്തത് കൊണ്ടോ നബി തങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചത് കൊണ്ടോ ആണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം. ആ മഹബത്തിന്റെ ഭാഗമാണ് മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടിയത്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ അങ്ങേക്കാൾ മുഖഭംഗിയുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല, മറ്റൊരാളെ ലോകത്തൊരു പെണ്ണും പ്രസവിച്ചിട്ടില്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ആ ദാത്തിനോടുള്ള മഹബത്താണ്, സ്നേഹമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ അല്ല അവിടെ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ആ പരിശുദ്ധമായ ശരീരത്തെയാണ് പറഞ്ഞത്. ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹത്തി അസ്ഹറു ഫതുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. അങ്ങനെ റസൂലുള്ളാഹിനെ പറയുന്നത് അത് അവിടുത്തെ ആ മഹബത്ത് ആ ദാത്തിനോടാണ്, റസൂലുള്ളാഹിന്റെ ശരീരത്തിനോടാണ്. ആ ശരീരത്തെയാണ് സ്വഹാബത്ത് മഹബത്ത് വെച്ചത്.
നബിതങ്ങൾ കൊണ്ടുവന്ന ചര്യകളെ മുറുകെ പിടിക്കുകയും വേണം. ആ ദാത്തു ശരീഫയെ മഹബത്ത് വെക്കുകയും വേണം. അതാണ് പരിശുദ്ധ ദീൻ. അങ്ങനെയാണ് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്തപ്പോൾ കാദു യഖ്തതിലൂന അലാ വദൂഇഹി, റസൂലുള്ളാഹിന്റെ ശരീരത്തിലൂടെ ഒഴുകി വന്ന വുദൂഇന്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയത് എന്തിനാ? ആ ദാത്തു ശരീഫക്ക് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമുനീര് പോലും സ്വഹാബത്ത് ബർക്കത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്തിനാ? ബർക്കത്തും പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. ആ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്ന ചര്യകളെ പിന്തുടരലും അവിടുത്തെ ആ ദാത്തു ശരീഫിനോട് സ്നേഹമുണ്ടാകലും ഒക്കെയാണ്. ഇതൊന്നും നബിതങ്ങൾ നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണ് എന്ന ചിന്ത ഹൃദയത്തിൽ ഉണ്ടാക്കിയപ്പോഴാണ് ഈ രൂപത്തിലൊക്കെ പ്രതികരിക്കുന്നത്. അഥവാ ഈ ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നത് ഈ വഹാബിസത്തിന്റെ, ബിദ്അത്തിന്റെ ഇത്തരം വിഷലിപ്തമായ ചിന്തകളാണ്. വളരെ സാധാരണക്കാരായ ആളുകൾ പോലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. മഹാനായ ഇമാം ബുസ്സൂരി റളിയല്ലാഹു അൻഹു ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ആലമിന് മുഴുവൻ, അല്ലാഹു അല്ലാത്ത സർവ്വതിനും റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ വാക്കിന്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു നോക്ക്. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫി ഫമാ ബലഗ്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര വലിയ മഹത്വം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് തിരിച്ചറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.